അട്ടപ്പാടി ജലസേചന പദ്ധതിക്കായി ശിരുവാണി പുഴയ്ക്ക് കുറുകെ ഡാം നിർമ്മിക്കുന്നതിനുള്ള പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ 2013 സംസ്ഥാനം കേന്ദ്രാനുമതി തേടിയത്. എന്നാൽ തമിഴ്നാടിന്റെ കൂടി വാദം കേൾക്കണമെന്ന് കേന്ദ്രം നിലപാടെടുത്തു. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും തമിഴ്നാട് നിലപാട് അറിയിക്കാതിരുന്നതോടെ ആഘാത പഠനം നടത്താൻ കേരളത്തിന് കേന്ദ്രം കഴിഞ്ഞ ദിവസം അനുമതി നൽകി. ഈ സാഹചര്യത്തിലാണ് DMK, അണ്ണാ DMK തുടങ്ങി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കോയമ്പത്തൂർ, ഈറോഡ് തുടങ്ങിയ ജില്ലകളിൽ വെള്ളമില്ലാതാകുമെന്ന് ഇവർ ആരോപിക്കുന്നു. അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു. തമിഴ്നാട്ടിൽ ഇത് വളരെ വൈകാരികമായിട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള DMK നേതാക്കന്മാർ, ADMK നേതാക്കന്മാർ, വൈക്കോയുടെ സംഘടനയുടെ ആളുകൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ഒക്കെ വണ്ടിയും വിളിച്ചപ്പോൾ ചിറ്റൂർ വന്ന് അട്ടപ്പാടിയിലെ ഈ ഡാം സൈറ്റ് കണ്ടുപോവാണ്. ആഘാത പഠനത്തിന് തന്നെ എതിർപ്പുയരുന്ന സാഹചര്യത്തിൽ പദ്ധതി നഷ്ടപ്പെടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുണ്ട്. പാലക്കാട് ജില്ലയിലൊക്കെ തമിഴ്നാടും നമ്മൾ വളരെ അടുത്ത് ബോർഡർ ഷെയർ ചെയ്യുന്നതാണ്. അവിടെയും ധാരാളം മലയാളികളൊക്കെ ഉണ്ട്. ഒരു തർക്കമായി ഒരു വൈകാരിക ഇഷ്യൂ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യരുത്. അട്ടപ്പാടിയുടെ കുടിവെള്ള ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്കായി 1970 പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും പിന്നീട് തടസ്സപ്പെട്ടു. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള നദീജല തർക്കത്തിൽ കാവേരി ട്രൈബ്യൂണലിന്റെ വിധി പദ്ധതിക്ക് അനുകൂലമായിരുന്നു. ഇതിന് സുപ്രീം കോടതി അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. മീഡിയ 1 പാലക്കാട്.